ഹലോ, മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താണെന്നറിയോ, ഇന്നൊരു ഔട്ടിംഗ് പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോവാം. നീതു രോഹിണിയുണ്ട്. സാധാരണ ഞങ്ങൾ 3 പേരും കൂടെ മാത്രമായിട്ടാണ് കറക്കങ്ങളൊക്കെ. പക്ഷേ ഇത്തവണ ഫാമിലി എല്ലാവരും ഉണ്ട്. കാരണം അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും കൊണ്ടാണ് ഇന്ന് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് നല്ല മഴയാട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെയുണ്ട്, നമ്മൾ പോകുന്ന സ്ഥലത്തും എല്ലാം മഴയാണെന്നാണ് പറയുന്നത്. പക്ഷെ നോക്കാം. എന്നാലും അത്യാവശ്യം എന്താ പറയുക, ചൂടുണ്ട്. ഇപ്പോൾ സമ്മർ തുടങ്ങാൻ പോകുന്നതിൻ്റെ ചൂടുണ്ട്. അതുകൊണ്ട് നോക്കാം എങ്ങനെയാവുമെന്ന്. അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടിട്ട് വന്നാലോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാഗ്നോളിയ മാർക്കറ്റ് വേക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് വരുന്ന രോഹിണി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഷോപ്പിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. മാഗ്നോളിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയുള്ള ഒരു വലിയൊരു പ്ലേസ് ആണെന്നാണ് എൻ്റെ ഏകദേശം ഒരു വിചാരം. ഇനി അതിനകത്ത് പോയി കണ്ടാലേ ബാക്കി അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്ന് അത്യാവശ്യം നല്ല മഴയും ഒരു ക്ലൗഡി വെതറാണ്. അവരാ ഇതൊരു പള്ളിയാണേ, ഒരു ചർച്ചാണിത്. നമ്മൾ പോകുന്നത് കുറച്ചുകൂടെ അങ്ങോട്ടാണ്. രോഹിണിക്കാണ് ഈ മാഗ്നോളിയ മാർക്കറ്റിൽ എന്താണുള്ളത് ഏകദേശം എന്തെങ്കിലും ഐഡിയ ഉള്ളത്? എന്റെ ഊഹങ്ങളാണ് ഇത്. ഓക്കെ, ഇത് ബേസിക്കലി ഹോം ഡെക്കോർ ആണ് എന്നാണ് എന്റെ ഒരു വിചാരം. പക്ഷെ പോയി നോക്കാം. ഇതില് ഗാർഡനിങ്ങിന്റെ കുറെ സാധനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഗാർഡനിങ്, ഹോം ഡെക്കോർ, അങ്ങനെ പലതും. പറഞ്ഞാൽ കാശ് ചെലവാക്കാൻ ഇതിനൊരു വേറെ സ്ഥലം നോക്കണ്ടാന്ന്. പക്ഷെ നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല രസമുണ്ട് ബിൽഡിംഗ് കാണാൻ. ആക്ച്വലി ഈ ടൗൺ, ഐ തിങ്ക് ഈ ടൗൺ ഡെവലപ്പ് ആയത് ഇവര് ഈ കട വെച്ച് കഴിഞ്ഞിട്ടായിരുന്നു. ബിക്കോസ് ദിസ് ഇസ് ഫ്രം ദാറ്റ് ഷോ ഫിക്സർ അപ്പർ, ജോആന ഗെയിൻസ് ആൻഡ് അവളുടെ ഹസ്ബൻഡ്. അവര് തുടങ്ങിയതാ ഇത് മൊത്തം. ഇത് നോക്കടാ, നല്ലൊരു ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണ്. കണ്ട, നല്ല ഭംഗിയാണ്. ഈ നിൽക്കുന്ന മരമെല്ലാം മാഗ്നോളിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ പൂവ് നമ്മുടെ ചെമ്പകത്തിൻ്റെ പൂവിൻ്റെ ഏകദേശം എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള മണമല്ല, ഒരു ചെമ്പകത്തിൻ്റെ ഒരു മൈൽഡ് വേർഷൻ സ്മെല്ലുള്ള ഒരു ചെടിയാണ് ഇത്, മാഗ്നോളിയ. ഇത് നമ്മുടെ വീട്ടിലും മുറ്റത്ത് നിൽപ്പുണ്ട്. ഇതുണ്ടോ തേനീച്ചയൊക്കെ. ഈ മാഗ്നോളിയ മാർക്കറ്റിന്റെ എൻട്രൻസ് ഇതാണ്. മൈൽസ് ടു മാഗ്നോളിയ. പീച്ച് ട്രീ ആണ്, കുഞ്ഞു തയ്യ, പക്ഷെ അതിലൊരു കായുണ്ട്. ഇത് നാരകമല്ലേടാ, ഇത് സിട്രസ് ഫാമിലിയിൽ പെട്ട എന്തോ ഒരു സാധനമാണ്. നവിക്കുട്ടി സേ ഹായ്. അവിടെ എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ആന്റി എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ ഇന്ന്? നല്ല വെതർ അല്ലേ? സാധാരണ ഭയങ്കര ചൂട് കാരണം വരാൻ പറ്റാറില്ല നടക്കാൻ. നമ്മൾ അതിനകത്ത് വന്നിട്ടുണ്ട്. മെഷറിംഗ് കപ്സ്, വിസ്ക്, പ്ലേറ്റ്സ്, ഇതും മെഷറിംഗ് കപ്സ് ആണ്. ബ്ലാക്ക്ബെറീസ്,
നമ്മുടെ നാട്ടിലെ വാടാമല്ലിയുടെ പോലെ പിങ്ക് കളർ സെന്റഡ് കാൻഡിൽസ് ആണ് ഇത്. നമ്മളതാ പുറത്തേക്ക് ഇറങ്ങി. ഇറ്റാലിയൻ സാൻഡ്വിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. എന്താ ഇവിടെ പല ഫുഡ് ട്രക്കുകളുണ്ട്. ഞാനിവിടെ ഇറ്റാലിയൻ ഒരു ഫുഡ് ട്രക്കിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഞാനും അമ്മയ്ക്കും ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. പലരും പല സ്ഥലത്തു നിന്നാട്ടോ ഓർഡർ ചെയ്യുന്നത്. എനിക്കൊന്ന് അനീഷൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. ഏഷ്യൻ ഫുഡാണെന്ന് തോന്നുന്നു. അങ്ങനെ പലരും പല വഴിക്ക് പോയി ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഫുഡ് വാങ്ങുന്നതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ. ഇവിടെ നീതു നിൽക്കണു. കല്ലുകൊത്താരുട്ടോ കല്ലുകൊത്താരുട്ടോ അടിപൊളിയാണ്. സൂപ്പർ. നല്ല നല്ലൊരു മഴയൊക്കെ പെയ്ത് തോർന്നു. അപ്പൊ ദാ തുണിക്കകത്ത് ഒരാള് ഒളിഞ്ഞിരിപ്പുണ്ട്. ഞങ്ങളിനി അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. നല്ല ഭംഗി. നല്ല ഭംഗിയില്ലേ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ. ഭയങ്കര രസമുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. താങ്ക് യു. ഇത് കണ്ടോ, ഇവിടെ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുമ്പം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കുട ഇടാൻ വേണ്ടിയിട്ടുള്ള കവർ ഇവിടെ അവർ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കും കേട്ടോ. ഇവിടെ മിക്കവാറും സ്റ്റോറുകളിലൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും അംബ്രലയ്ക്കുള്ള കവർ. അപ്പം എന്താ ഫ്ലോറൊന്നും വെട്ടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഫിഗിൻ്റെ ഇത് പക്ഷെ ഒറിജിനൽ ആയിരിക്കില്ല. ഇത് ഒറിജിനൽ കേട്ടോ. ഫിഗിൻ്റെ ട്രീ ആണ്. അതെനിക്കറിഞ്ഞൂടാ, സോറി.
ഇതെല്ലാം ഇവരുടെ ബെഡിങ് സെറ്റുകൾ, ത്രൂ ബ്ലാങ്കറ്റ്സ്, അതേപോലെ തന്നെ കംഫർട്ടർ, ബെഡിങ് സെറ്റ്, അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് ഒരുവിധം എല്ലാ സാധനങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ലിനൻ ഡുവേറ്റ് ആണ്, കിങ് സൈസ്. ഇതിൻ്റെ പ്രൈസ് ഇവിടുത്തെ ഏകദേശം $248 $248 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് ഏകദേശം 20,000 രൂപയ്ക്ക് മുകളിലാണ് ഈ ബെഡിങ് സെറ്റിൻ്റെ വില. മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പം നമുക്ക് നാട്ടിൽ വരുമ്പം ഇതിൻ്റെ പകുതി വിലയ്ക്ക് ഇത് വാങ്ങാമല്ലോ അല്ലേ? അതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടത്. പില്ലോ ഷാമുണ്ട്, ത്രൂ ബ്ലാങ്കറ്റ്, ഷീറ്റ് സെറ്റ്, ക്വിൽറ്റ്, ഡുവെറ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ. അതെ, നമ്മളൊരു കോഫി കുടിക്കാന്ന് കരുതിയിട്ട് വന്നിരിക്കുകയാണ്. ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളോരോ കോഫിയൊക്കെ വാങ്ങി. മഴയൊക്കെ മാറി നല്ല വെയിലായിട്ടുണ്ട്, അത്യാവശ്യം ചൂടുമുണ്ട്. കുട്ടികളൊക്കെ വീണ്ടും ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങി. ഫുള്ള് മാഗ്നോളിയാസ്, എല്ലാ മാഗ്നോളിയാസും. നമ്മൾ ഡോക്ടർ പെപ്പർ എന്ന് പറയുന്ന ഒരു സോഡ ബെങ്കിൻ്റെ മ്യൂസിയത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉള്ളത് നോക്കാവേ. ഇന്ത്യ എന്ന് എഴുതിക്കണം. ഇത് നമ്മൾ ഈ സാധനത്തിനകത്ത് ഈ കോയിൻ ഇട്ട് കഴിയുമ്പം ടൊർണാഡോ പോലെ വരും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ US കോയിൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ കോയിൻ ഒരെണ്ണം ബാഗിൽ തട്ടേക്ക് കിട്ടി. 2 രൂപ. അതിട്ട് നോക്കാൻ പോവാണേ. ഇതൊരു കിണറാണ്. അവർ ഗ്ലാസ് വെച്ചിട്ട് മൂടി വെച്ചിരിക്കുക. വെള്ളമുണ്ട്, പക്ഷേ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. അതുകൊണ്ടായിട്ട് തന്നെ അതിൽ കയറി നിൽക്കണത്. ഇതിൽ വെള്ളം ഉണ്ട്. നവ്യ, അതെന്താ കുട്ടാ? കുഴിതാ. ലുക്ക് ഡൗൺ, ലുക്ക് ഡൗൺ. ഇതൊക്കെ എന്തത്? ഇതാണ് അവരുടെ പഴയ അതിപുരാതനമായ മിഷ്യനും അതിന്റെ ബോട്ടിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇത് പറയണം അതെന്തിനുള്ളതെന്ന് പറയാം. ഈ സാധനം എന്തിനാണെന്ന് ഒരു സ്റ്റീം എഞ്ചിനാണ്. അപ്പോൾ അതിന്റെ ബെൽറ്റാണ്. അതിങ്ങനെ വെള്ളവും സിറപ്പും കൂടെ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. ഇതാ ഓരോ ഇയറിലെയും അവരുടെ ക്യാൻസും ബോട്ടിൽസും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 1950s, 1960s, 1970s, 1990s, സൺകിസ്റ്റിൻ്റെ ഒക്കെ ഡോക്ടർ പെപ്പറിൻ്റെ പല സാധനങ്ങളുണ്ട്. ഈ 7up, ഡോക്ടർ പെപ്പർ, Skittles, M&M's,
നല്ല രസമുണ്ടല്ലേ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. എനിക്ക് ലാമയെ ഭയങ്കര ഇഷ്ടമായി. ബാസ്ക്കറ്റൊക്കെ ഫ്ലവർ ബാസ്ക്കറ്റൊക്കെ ഇട്ടിട്ട് സ്നെയിൽ. ഈ ഡോക്ടർ പെപ്പർ എന്ന് പറയുന്ന സോഡ ബ്രാൻഡ് തുടങ്ങിയിട്ട് ഏകദേശം 150 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ, എനിക്ക് ഈ ഒറിജിനൽ ഡോക്ടർ പെപ്പറിൻ്റെ ഡ്രിങ്ക് എനിക്ക് ഇഷ്ടമേ അല്ല. ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം. മ്യൂസിയം കുറച്ച് ഫോട്ടോസ് മാത്രം. അവരുടെ കമ്പനി, ഓരോ സ്ഥലങ്ങളിലെ അവരുടെ ബിൽഡിങ്സ്. ന്യൂയോർക്കിലെ 7 പല മൂവികളുടെ തുടക്കത്തിൽ ഒരു പരസ്യം ഉണ്ടാവില്ലേ, ഈ കളറിലെ ലാമ്പാണ് അതിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ CEO മുട്ടുകുത്തിയിരിക്കുന്ന CEO കണ്ടോ? വെച്ചൊക്കെ വൈകെന്താ വാങ്ങിയേ? I only bought a bottle of jelly beans. കാണിച്ചേ. It's right you bought it. You see those are coming down? മേക്ക് സോഡ ഈസ് സോൾഡ് ഔട്ട്. ഇത് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. ഇതിനകത്തിരിക്കുന്നവരെല്ലാം ഈ ടിക്കറ്റ് എടുത്ത് വന്ന് കയറിയിട്ട് അവരുടെ സോഡ അവരുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവറിൽ അവർക്ക് അവിടെ ഉണ്ടാക്കി എക്സ്പെരിമെൻറ്റ് നടത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ സംഭവം. ഐസ് ക്യൂബ്സും ഡോക്ടർ പെപ്പറും ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ. എന്നിട്ട് ഈ ട്രെയിൻ എന്താ ഒരു ടൈമർ വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രെയിൻ പാളത്തിൽ കൂടി അത് ഓടും ഇത്രയും. ഇവിടെ നിന്ന് നമുക്ക് ഓരോ കപ്പ് സോഡ ഫ്രീ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അവരുടെ ഏത് ഫ്ലേവർ വേണമെങ്കിലും വാങ്ങാമായിരുന്നേ. ഞാൻ റെഗുലർ 7up വാങ്ങിയത്. കാരണം എനിക്ക് ഡോക്ടർ പെപ്പറിൻ്റെ ഒരു ഫ്ലേവേഴ്സും എനിക്കിഷ്ടമല്ല. കണ്ണ് കാണാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര വെയിലാണ്, വെളിച്ചം. അമ്മയ്ക്ക് ഞാനൊരു 7up വാങ്ങിയത്. പിന്നെ ഏട്ടൻ ഡോക്ടർ പെപ്പർ തന്നെ വാങ്ങി. വൈകി ഒരു ബിഗ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് രണ്ടും എനിക്കിഷ്ടമായിട്ടില്ല. തിരിച്ച് വീട്ടിൽ പോവാണ്. നമ്മളെ വീട് വരെ എത്താൻ പറ്റിയില്ല. ടെസ്ലയായിട്ട് വന്നുകൊണ്ട് വണ്ടിയുടെ ചാർജ് തീരാറായി. അപ്പം നമ്മളിവിടെ ചാർജിങ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. സൂപ്പർ ചാർജിങ് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചാർജ് ആവുമേ. അതിൻ്റെ ചാർജിങ് എത്ര പെർസെൻറ്റേജ് നമ്മൾ ചാർജ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ പ്രൈസ് ആക്കുന്നത്. അപ്പം നമുക്ക് പോകാൻ ഫുള്ള് ചാർജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വീടെത്താൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. യു ഹാവ് എനഫ് എനർജി ടു കണ്ടിന്യൂ യുവർ ട്രിപ്പ് എന്ന് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വീടെത്താൻ ഇവിടെ മാപ്പിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ചാർജ് ആയി കഴിഞ്ഞപ്പോൾ അത് ഓൾറെഡി ഇതിൽ കാണിച്ചു. നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ട. വീട്ടിൽ പെട്ടെന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് 69 മൈൽസ് വരെ പോകാനുള്ള ചാർജ് ആയിട്ടുണ്ട്. കോസ്റ്റ് വന്നിട്ട് $6.41 ആയിട്ടുണ്ട് മൊത്തമേ. നമ്മളിവിടെ സ്റ്റോപ്പ് ചാർജിങ് കൊടുക്കുവാണ്. ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ കിടക്കുന്ന കാർഡിലോട്ട് ചാർജ് ചെയ്യും. ഓ, അങ്ങനെയാണോ? അമ്മേ, എങ്ങനെയുണ്ടായിരുന്നു മാഗ്നോളിയ മാർക്കറ്റ്? എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊരു ആംബിയൻസ് ഉള്ള സ്ഥലം, അത്രയും പ്രത്യേകിച്ച് പറയാനുള്ളൂ. അപ്പോൾ വൈഗ ഇപ്പം നമ്മുടെ കൂടെ കാറിലില്ല. രോഹിണിയുടെ കാറിൽ വൈഗയും കല്ലും കൂടെ ഒന്നിച്ച് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അവളെ എടുക്കും, എന്നിട്ട് വീട്ടിലേക്ക് പോകും. ബൈ പറയൂ.